ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനും സുഖമായിട്ടിരിക്കുക. ഞാൻ സുഖമായിട്ടിരിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. എനിക്ക് ചെറിയൊരു പനിയുടെ ലക്ഷണമുണ്ട്. ഞാൻ ആ ഒരു എന്താ പറയുന്നത് ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. നല്ല അലർജി, ജലദോഷം ഓൾറെഡി ഉള്ളതെന്ന് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ പറയുന്നത് അലർജിക്ക്. അപ്പോൾ അതിൻ്റെ ഇച്ചിരി കൂടി വന്ന് ഞാൻ തോന്നുന്നു. അപ്പോൾ ഇച്ചിരി ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ അതേ ഇന്നത്തേന്ന് പറഞ്ഞാൽ ഒരു ഉച്ചയൂണൊക്കെ തയ്യാറാക്കുന്ന ഒരു വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം ഇച്ചിരി ലേറ്റായിട്ട് എടുത്ത വീഡിയോ ആണ്. മീൻ ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോൾ വാങ്ങിച്ച മീനാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടെടുത്തേ. ഒന്നെങ്കിൽ തലേന്നൊക്കെ വാങ്ങിച്ച് വെച്ച് കറി വെക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുമല്ലോ മിക്കവാറും. ഇതിപ്പോൾ രാവിലെ വെച്ചുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ എടുത്തത്. അപ്പോൾ മീൻ കറി വെക്കാൻ വേണ്ടി ചട്ടിയൊക്കെ കഴുകിയെടുത്തു. മീൻ വറക്കാനുള്ളതിന് അങ്ങ് മുളകൊക്കെ പുരട്ടി വെച്ചു കേട്ടോ. അപ്പം മത്തിയല്ല ചാളയും അയലയും കൂടിയാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ 2 മീനായിട്ട് വാങ്ങിച്ചു. ചാള വറക്കാൻ വേണ്ടിയിട്ടും മറ്റേത് അയല കറി വെക്കാൻ വേണ്ടിയിട്ടും. പിന്നെ മീൻ കറി പിന്നെ പറയേണ്ട ആവശ്യമില്ല, കുടംപുളി ഇട്ട് വെച്ചാൽ മുളക് കറി തന്നെ വെക്കുന്ന കേട്ടോ. അപ്പം അത് വിട്ടൊരു കളിയില്ലല്ലോ. പിന്നെ ചിലപ്പോഴൊക്കെ തേങ്ങ അരച്ച് വെക്കാറുണ്ട് കേട്ടോ. ഇല്ലാന്നല്ല, എനിക്കത് തോന്നണം കേട്ടോ. എനിക്കൊന്ന് തേങ്ങ അരച്ച് കൂട്ടിയെ കൊള്ളാൻ തോന്നുമ്പോഴാണ് ഞാനത് വെക്കുന്നത്. അപ്പം മീൻ കറിക്ക് ഇതേ കടുകൊക്കെ ഇട്ടു. പിന്നെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഇതായിട്ടൊന്നും കാണിക്കുന്നില്ല, എപ്പോഴും കാണിക്കുന്നതല്ലേ. പിന്നെ 2 ക്യാരറ്റും ഒരു സവാള ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അതിനെ അങ്ങ് തോരൻ വെക്കാമെന്ന്. പിന്നെ ഇനി വേറെ പ്രത്യേകിച്ച് ഇത് രണ്ടും മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് തൈരൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ മതി എന്ന് വിചാരിച്ചു. പിന്നെ മീൻ വറക്കാനും കറിക്കും കൂടി എടുത്തതെന്ന് പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കൂടെ പച്ചമുളകും കൂടെ ഞാൻ ഇന്ന് അരച്ചെടുത്തായിരുന്നു കേട്ടോ. അത് തന്നെയാണ് മീൻ വറക്കാനും ചേർത്തതും പിന്നെ ഇത് മീൻ കറിക്കും ചേർക്കുന്നത്. പിന്നെ എന്തോ ഇന്ന് എനിക്കൊരു വലിയ മൂഡൊന്നുമില്ല കേട്ടോ. അത് എൻ്റെ മുഖം ഇരിക്കുന്ന നോക്ക്, ഭയങ്കര വീർപ്പിച്ച് കെട്ടിയിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ? എന്തോ ഒരു മൂഡ് ഓഫാണ് കേട്ടോ. പിന്നെ കുഴപ്പമില്ല, അങ്ങനെ അങ്ങ് നിൽക്കുന്നു ഞാൻ. അപ്പം അതേ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് പച്ചമണം മാറുന്ന വരെയൊക്കെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് പിന്നെ മീൻ കഷ്ണം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ കേശപ്പൻ സ്കൂളിലൊക്കെ പോയി. കണ്ടോ, എൻ്റെ മുഖത്ത് എന്തോ ഒരു ദേഷ്യഭാവവും ഇതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഇങ്ങനെയാണോ മോന്തം വെച്ചുകൊണ്ട് നിന്നതെന്ന് എനിക്ക് തന്നെ തോന്നുന്നു. അപ്പം ഞാൻ മീൻ വെള്ളമൊക്കെ ഒഴിച്ചു, പുളിവെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ പുളിവെള്ളം ഒഴിച്ചൊക്കെ കൊടുത്തു. ഇതിന് നല്ല എണ്ണ തെളിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുള്ളൂ. ചൂടുവെള്ളം ആയാലും തണുത്ത വെള്ളമായാലും. ഇതിപ്പോൾ സാധാ വെള്ളം കേട്ടോ. നമ്മൾ നേരത്തെ അരച്ച മിക്സിയിലെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ പേസ്റ്റാക്കി അതിനകത്താണ് ഞാൻ വെള്ളം എടുത്ത് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് കണ്ടോ നല്ലപോലെ വെളിച്ചെണ്ണ തെളിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ വെള്ളം ഒഴിക്കുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേ ഒരുമാതിരി വെളുത്ത കളറിയിരിക്കും. എനിക്ക് അങ്ങനെ ഇരിക്കുന്നതേ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ പിന്നെ തോരൻ അരിയാൻ വേണ്ടിയിട്ട് ചോപ്പറിനകത്ത് തന്നെ, അതാകുമ്പോൾ വലിയ പാടൊന്നും ഇല്ലല്ലോ. ഇതിനകത്ത് 2 കറക്കിയാൽ റെഡിയാക്കാം. ഓൾറെഡി തേങ്ങ ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് രാവിലെ തേങ്ങ തിരുമ്മിയായിരുന്നു. ചമ്മന്തി അരച്ച സമയത്ത് തോരന് വേണ്ടിയിട്ടുള്ളതും കൂടി ഞാൻ അരച്ച് തിരുമ്മി അങ്ങ് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ തോരനും വേണ്ടിയിട്ടുള്ളത് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്ക് എടുക്കാൻ മാത്രമേ ഉള്ളായിരുന്നു. 2 ക്യാരറ്റ് കിടന്നു. അപ്പോൾ ഇനിയിപ്പോൾ അതിനെ ഇങ്ങനെ എടുത്ത് തോരൻ വെക്കാമെന്ന് വിചാരിച്ചാണ് ഇതിനെ തന്നെ എടുത്തത്. അപ്പം മീൻ ചാറൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് മീൻ കഷ്ണങ്ങളും ഒക്കെ പെറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോസൊക്കെ കാണുന്നവർ കാണുമ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പലരും വീഡിയോ ഒക്കെ കാണുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ ചാനലിൽ കിടക്കുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ മീൻ വറക്കാനുള്ളത് എന്തായാലും ഇപ്പോൾ വറക്കുന്നില്ലേ, ഞാനപ്പോൾ അതുകൊണ്ടെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചു. പിന്നെ മീനൊക്കെ തിളച്ചാൽ മതി. തോരനും ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെയൊക്കെ തുടയ്ക്കുന്നുണ്ട്. ചോറിനെ നേരത്തെ ഊറ്റിയിട്ടിന്ന് ഒരു പാത്രത്തിൽ, ആ പച്ച പാത്രം ഇരിക്കുന്നത് അതിനകത്താണ് ഊറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കലത്തിനകത്താണെങ്കിൽ ഇന്നലത്തെ ഒരു ഇച്ചിരി ചോറുണ്ടായിരുന്നു, ഞാൻ അതിനെ തിളപ്പിച്ച് ഊറ്റി വെച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ കലം എടുക്കാതെ അതിൽ തന്നെ ചോറിനെ ഊറ്റിയിട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ തോരൻ്റെ പകുതി വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് കറിവേപ്പില ഇരുന്നത് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കറിവേപ്പിലയൊക്കെ തീർന്നു. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇട്ട് ഇളക്കി തോരൻ ഒന്നും കൂടി മൂടി വെച്ച് ആ സമയത്ത് പോയി ഞാനൊന്ന് റെഡിയായിട്ട് വന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്തൊരു മരണമുണ്ട് കേട്ടോ. അപ്പം അവിടോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു ചേട്ടനും കൂടിയേ. അപ്പം തോരനായിട്ടുണ്ട്. അപ്പോൾ തോരനെ ഓഫ് ചെയ്തിട്ട് മീൻകറിയെ ഞാൻ അങ്ങ് ഓഫ് ചെയ്ത്, കുറച്ച് കറിയും കൂടെ പറ്റാനുണ്ട്. അപ്പോൾ ഓഫ് ചെയ്തിട്ട് അങ്ങ് പോയിട്ട് വന്നതിന് ശേഷം പിന്നെ തിളപ്പിക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പം വിചാരിച്ച് ഗ്യാസ് കുറച്ച് വെച്ചിട്ട്
പോയാലോ എന്ന് പിന്നെ പേടിച്ച് ചിലപ്പോൾ നമ്മളവിടെ പോയി നിന്ന് ഇത്തിരി ലേറ്റായി പോയാലോ എന്ന് വിചാരിച്ച് ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. പിന്നെ ദേ പോയിട്ടൊക്കെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കേട്ടോ. അപ്പം പിന്നെ ഞാൻ മീനൊക്കെ വറുക്കാനുള്ളതൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. പുറത്തൊക്കെ വെച്ച് അങ്ങനെ ഞാൻ പിന്നെ മീൻ വറക്കാൻ നിന്നപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഇപ്പം സമയം സത്യം പറഞ്ഞാൽ 2 മണിയായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതായത് തോരനൊക്കെ ആയേ, ഒന്നും കൂടി പറയാം, തോരനും മീൻകറിയൊക്കെ ആയിട്ടുണ്ട്, മീനും വറക്കുക. ഈ സമയത്താണ് ഞാനൊരു കാര്യം ആലോചിക്കുക. ഞാൻ ഇന്നത്തെ ദിവസം ഇതുവരെയും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം കഴിച്ചിട്ടില്ല. രാവിലെ ഇഡലിയും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഇതുവരെ കഴിച്ചില്ല. എനിക്ക് എന്തോ ഒന്ന് വിശപ്പെന്ന് പറഞ്ഞൊരു സാധനം തോന്നിയില്ല, അങ്ങനെ വിശക്കുന്നു എന്ന്. ഇങ്ങനെ കഴിച്ചില്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ദേ കണ്ടോ ഇഡലി ഇരിക്കുന്നത്. അപ്പോൾ എടുത്ത് ഞാൻ വിചാരിച്ചേ എനിക്ക് വേണമെങ്കിൽ ചോറ് കഴിച്ചാൽ മതിയായിരുന്നേ. പിന്നെ രാവിലെ അരച്ച ചമ്മന്തി അപ്പോഴേ ഉണ്ടാക്കിയപ്പോഴേ എനിക്ക് ഈ വെള്ള ചമ്മന്തി കൂട്ടി കഴിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ലേറ്റായാലും വേണ്ടില്ല, 2 ഇഡലി ഞാൻ എടുത്ത് കഴിച്ചു. പിന്നെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.